നെല്ലാട് പുളിക്കായത്ത് പാലം പൊളിച്ചിട്ട് 5 മാസം തികയുകയാണ്. പുതിയ പാലത്തിന്റെ സ്ലാബ് വാർക്ക് കഴിഞ്ഞെങ്കിലും അപ്രോച്ച് റോഡ് പൂർത്തിയാകാത്തതുമൂലം നാട്ടുകാരുടെ ദുരിതം മാറിയിട്ടില്ല. 300 മീറ്റർ യാത്ര ചെയ്യേണ്ടിടത്ത് 2.5 കിലോമീറ്റർ ദൂരം ചുറ്റി യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. MC റോഡിന് ബദലായി മണ്ണൂരിൽ നിന്നും വാളകം പെരുവഴി വഴി രാമമംഗലത്തേക്കും ഏറ്റുമാനൂരിലേക്കും ഒട്ടേറെ വാഹനങ്ങളും 4 ബസ്സുകളും സർവീസ് നടത്തുന്ന നെല്ലാട് വാളകം റോഡിലെ പുളിക്കായത്ത് പാലം പൊളിച്ചിട്ട് 5 മാസമായിട്ടും നിർമ്മാണം പൂർത്തിയാകാത്തത് പ്രദേശവാസികളുടെ ദുരിതം വർദ്ധിപ്പിക്കുകയാണ്. പാലം പൊളിച്ചതിനെ തുടർന്ന് നെല്ലാട് കവലയിൽ നിന്നും വെറും 300 മീറ്റർ മാത്രം അകലെയുള്ള പാലത്തിനപ്പുറമുള്ളവർക്ക് ദൈനംദിന ആവശ്യങ്ങൾക്കായി നെല്ലാട്ടിലെത്താൻ 2.5 കിലോമീറ്ററോളം പഞ്ചായത്ത് റോഡിലൂടെ ചുറ്റി സഞ്ചരിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും നെല്ലാട് കിൻഫ്ര പാർക്കിലെ സ്ഥാപനങ്ങളിലേക്കും മൂവാറ്റുപുഴയിലേക്കും ദിവസേന യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളും ജീവനക്കാരുമാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. തോട് മുറിച്ചുകിടക്കുന്നതിനായി താൽക്കാലികമായി ഒരു ഇടവഴി ഒരുക്കിയിട്ടുണ്ടെങ്കിലും കാലവർഷത്തിൽ ഇവിടെ വെള്ളം കയറുന്നുണ്ട്. അതിനാൽ ശക്തമായ മഴയുണ്ടായാൽ ഇടവഴി മുങ്ങിപ്പോകുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. പാലം പൊളിച്ചതോടെ അക്കരെയുള്ളവരുടെ വരവ് കുറഞ്ഞതിനാൽ നെല്ലാട് കവലയിലെ വ്യാപാര സ്ഥാപനങ്ങൾക്കും തിരിച്ചടിയായതായി വ്യാപാരികൾ പറയുന്നു. വാഹന ഗതാഗതം മറ്റു വഴികളിലേക്ക് തിരിച്ചുവിട്ടിട്ടുണ്ടെങ്കിലും വഴിത്തിരിവുകളിൽ ആവശ്യമായ ദിശാസൂചക ബോർഡുകൾ സ്ഥാപിക്കാത്തതിനാൽ ദൂരദേശങ്ങളിൽ നിന്നെത്തുന്ന വാഹനങ്ങൾ പലപ്പോഴും വഴിതെറ്റാറുമുണ്ട്. വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്ന മഞ്ചനാട് ചെറുനെല്ലാട് MLA റോഡിൽ പ്രത്യേകിച്ചും മഞ്ചനാട് ഭാഗത്ത് മുന്നറിയിപ്പ് ബോർഡുകളോ സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്തതിനാൽ വാഹനങ്ങൾ തിരിയുമ്പോൾ അപകട സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ്. പാലത്തിന്റെ സ്ലാബ് വാർക്കൽ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം കൂടി പൂർത്തിയാക്കി പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കാൻ എത്ര കാലം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി പാലം എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.